കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് സി വിയും റെസ്യൂമിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. സിമ്പിളായിട്ട് പറയാം. അതായത് സി വി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ്സ്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ ടീച്ചിങ് ജോബ്സ്, ഇതുപോലത്തെ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് അക്കാഡമിക് ഡീറ്റെയിൽസും പ്രൊഫഷണൽ ഡീറ്റെയിൽസും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആക്കും. അതിനെ നമ്മൾ സി വി എന്ന് വിളിക്കുന്നത്. അത് വേണമെങ്കിൽ 2 പേജസ് ആവാം, 3 പേജസ് ആവാം. നിങ്ങളുടെ കരിയർ ഗ്രോ ആവുന്നതനുസരിച്ച് അതിൻ്റെ അത് ഡീറ്റെയിൽസ് കൂടി വരും. ഇതാണ് സിമ്പിൾ. റെസ്യൂമ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഓറിയൻറ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ്. അതായത് ഇപ്പോൾ സ്പെസിഫിക് ജോബ്സ്, ഇപ്പോൾ ഫോർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് കാറ്റഗറിയിൽ വരുന്ന ഏരിയാസാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സി വി കൊടുക്കത്തില്ല, റെസ്യൂമേ കൊടുക്കുന്നത്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എക്സ്പീരിയൻസും സ്കിൽ സെറ്റ്സും ക്വാളിഫിക്കേഷൻസും മാത്രം നമ്മളത് കൊടുക്കത്തുള്ളൂ. എല്ലാം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ബേസിക് ഡിഫറൻസ് റെസ്യൂമെയും സി വിയും തമ്മിൽ. സോ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പം, അതായത് ഒരു പ്രൊഫഷണൽ ജോബ്സും കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഇതുപോലത്തെ സ്പെസിഫിക് ടാർഗറ്റഡ് ആയിട്ടുള്ള ജോബ്സൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റെസ്യൂമെ കൊടുക്കും. ഇപ്പം ഹയർ സ്റ്റഡീസ്, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ അക്കാഡമിക് റിസർച്ച്, അങ്ങനത്തെ ജോബ്സൊക്കെ ആണെങ്കിൽ നമ്മൾ സി വി പോലത്തെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കും. അത് കുറച്ചുകൂടി വലുതായിരിക്കും. റെസ്യൂമ് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും, 1 to 2 പേജസ്. സോ ഇതാണ് മെയിൻ ഡിഫറൻസ്. ആൻഡ് ഇൻ ഇന്ത്യ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ഉപയോഗിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതാണ് ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവുന്നത് എല്ലായിടത്തും. പക്ഷേ ടെക്നിക്കലി സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.